ഇന്ന് നമുക്ക് ഇഞ്ചിപ്പരട്ട് തയ്യാറാക്കാം. ഇത് 1 മാസത്തിൽ കൂടുതലൊക്കെ കേടാകാതെ ഇരിക്കും. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1/4 കിലോ ഇഞ്ചിയും 1/4 കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇനി ഈ ഒരു നിറമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറിവേപ്പിലയുടെ ഒരു പച്ചപ്പൊക്കെ പോയി ഒരു മൊരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഈ പുളിവെള്ളം നേരത്തെ പൊടിച്ചെടുത്തതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലതുപോലെ തിളച്ച 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നിടം വരെ നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ അങ്ങ് നല്ലതുപോലെ ഒരു കുറുകി വെള്ളമൊക്കെ നിശേഷം പറ്റി വരുന്നതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് ലയിച്ച് ചേർന്ന് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇഞ്ചിപ്പരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.